ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാടിലാണ്. ഇന്ന് രാവിലെ വയനാടെത്തി. ഇതൊരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു നൈറ്റ് കുക്കിംഗ് ആണ്. സായൂജിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ടീമാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്? ബീഫും നെയ്ച്ചോറും. ബീഫ് ആൻഡ് നെയ്ച്ചോർ പവർ ആണ്. അപ്പൊ ഇവിടേക്ക് വന്ന കാഴ്ചകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു കുക്കിംഗ് വീഡിയോയോടുകൂടി നമ്മുടെ 2024 ആരംഭിക്കാം പവർഫുള്ളോടുകൂടി. ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 2023 അത്യാവശ്യം നല്ലൊരു വർഷം തന്നെയായിരുന്നു. എന്തായാലും അത് വിട പറയുകയാണ്. 2024ലേക്കുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കണു. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ബീഫ് കറി പ്രിപ്പറേഷൻ. നമ്മുടെ ഈ നേച്ചർ ഫ്രണ്ട്ലി ബീഫ് കുക്കിംഗ് ഈ പരിപാടി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് രേവന്തിൻ്റെ കവുങ്ങുന്തോട്ടത്തിനാണ്. 4 മണിക്കൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് ഏതാണ്ട് 5:30 ആയിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളിത് സാരം പരിപാടി തീരുമ്പോഴേക്കും ഇരുട്ടാവും, ഉറപ്പാണ്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. രവിശങ്കർ തങ്ങളുടെ തോട്ടത്തിലുണ്ടായ പച്ചക്കറികൾ ദാനമായി നൽകുന്നു. ഉള്ളിയൊക്കെ താങ്കളുടെ തോട്ടത്തിലുണ്ടോ? പിന്നെ എത്ര കിലോ ബീഫ് ഉണ്ട്? നമ്മള് 2.5 2.5 കിലോ ആണ്. ഇത് നമ്മൾ ചില്ലി പീസാക്കാൻ പോവാണ്. ഓക്കെ, നമുക്കൊരു വലിയ പീസിൽ വന്നത് നമുക്കൊരു ചില്ലി ആയിട്ട് ചില്ലി ഡ്രൈ ആക്കാം. ചില്ലി ബീഫ് ആക്കാനാണോ? ചില്ലി അല്ല, നമ്മളൊരു ഡ്രൈ. ക്യാമറ മാത്രം പിടിച്ചു കാണുന്നാൽ മതിയോ? എന്തെങ്കിലും പണിയെടുക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്ത വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്, ഉള്ളിയുടെ തോല് കളയൽ. നിങ്ങൾ വൃത്തിയാക്കും. ഞാൻ ഇഞ്ചി സെറ്റാക്കട്ടെ. പടമാണ് സായു ബാല തേന്ത് പണിയെടുക്കാം. എന്നൊക്കെ കേട്ടിട്ടുണ്ട് VVDC ക്ലബിൻ്റെ ചെറിയ ഇഞ്ചി പീസ് കിട്ടും കേട്ടോ ബീഫിന്റെ കൂടെ. അപ്പൊ അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് രുചിക്കും. നാളികേരം പിന്നെ ലാസ്റ്റ് ഇതാക്കിയ പോരാ, കൊണ്ടുവന്നിട്ടില്ല. നാളികേരം ചിറകുന്ന ഉത്തരവാദിത്വം രവിക്ക് കൊടുക്കാം. കൊത്ത് പറഞ്ഞപ്പോ രവി ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ലടാ ഈ കൊത്ത രവി. ഈ രവിശങ്കർ. ഈ രവിശങ്കർ ഞാൻ നിന്റെ പേരുള്ള സ്ഥലത്ത് പോയിരുന്നു. ഇരവികുളം. ഇല്ല, ഇരവിക്കുളം. അതന്നെ പറഞ്ഞത്, ഇരുവികുളം. ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഉള്ളി കൊണ്ടാ കാര്യം. ഉള്ളിയുമായി രേവന്ത് വരുന്നു. എണ്ണ തെറിപ്പിക്കല്ലേ?
മഞ്ഞൾപ്പൊടി, മിളകാപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്, തക്കാളി പോടാൻ വേണ്ടിട്ട് കുറെ നേരമായി കാത്തു നിൽക്കുകയാണ്. കുഞ്ഞൂടെ സാറേ കുറച്ചും കൂടെ. തക്കാളിക്ക് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ 2.5 കിലോ ബീഫ് ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി സെറ്റ് ആവും അത്. വില്ലേജ് കുക്കിംഗ് ചാനലിന്റെ ക്യാമറമാനൊക്കെ സമ്മതിക്കണം. നമ്മുടെ ഷെഫ് അലാവൈകുണ്ഠപുരത്തിലെ അല്ലു അർജുൻ ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴേക്കും ഏതാണ്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ തരത്തിലൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിപാടി. ആൻഡ് ഫ്ലഡ് ലൈറ്റുകൾ 2 തെങ്ങുമുറി വെക്കാമെന്ന് പ്ലാനുണ്ട്. ഒരിക്കൽ കൂടെ അങ്ങനെ അതാ ഫ്രണ്ട്സ്. അങ്ങനെ ബീഫ് ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറിൻ്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. നെയ്ച്ചോറ് അതുപോലെ സലാഡ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബീഫും നെയ്ച്ചോറും കൂട്ടിയിട്ട് കഴിച്ച് നോക്കാം. വെള്ളം കളഞ്ഞാ എടാ അത് ബത്ത് കട. ഹലോ നല്ല ക്രിസ്പി ആയിട്ട് താങ്ക് യു. സ്പെഷ്യൽ പ്ലേറ്റ് ചൈനയിലേക്ക് കഴിക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തില്ല. അതിൽ ഈ ക്യാമറ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അങ്ങനെ ന്യൂ ഇയർ സ്പെഷ്യൽ കുക്കിംഗ് പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ സയോജിന്റെ നേതൃത്വത്തിൽ. ഉഗ്രൻ നെയ്ച്ചോറും ബീഫും. സയോജ്, താങ്ക് യു. അടിപൊളി. കോയമ്പത്തൂരിൽ നടക്കാതെ പോയ ആ സംഭവം നമ്മൾ വയനാട്ടിൽ തന്നെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ 2023 അവസാനിക്കുന്ന സമയത്ത് 2024 പോകുന്ന സമയത്ത് എന്താ പറയാനുള്ളത്? അതെ, ശരിയാണ്. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയൊക്കെ പറയണോ? ഹാപ്പി ന്യൂ ഇയർ.
ഇതാണോ പറയുന്നത്? ഫുഡിനെ കുറിച്ച് 4 വർത്തമാനം പറയാം. 4 വർഷമാണ്. സായുജിന്റെ ആ ഒരു നെയ്ച്ചോറും പിന്നെ എല്ലാവരുടെയും രേവന്തിന്റെയും സായുജിന്റെയും വകയുള്ള ബീഫ് ഫ്രൈ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇന്ത്യ എന്ന് പറയും. இங்க தமிழ்நாட்டுல இருந்து ஒரு ஆள் வந்திருக்காங்க. அவர்கிட்ட கேட்கலாம். சிதம்பரம் ஸ்டார். என்ன கேட்க போறீங்க? எப்படி இருக்கு இன்னைக்கு? ஓவராலா இன்னைக்கு டே எப்படி இருக்கு? இன்னைக்கு டே சூப்பரா போச்சு, செம ஃபன்னா இருந்துச்சு. நல்லா பாத்துக்கிட்டாங்க. ஐ மீன் ரேவன், சயூஜ் எல்லாமே. ஸோ செம ஜாலியா இருந்துச்சு. ஃபுட்டு வந்து சூப்பரா இருந்துச்சு. பீஃப் கறி அண்ட் கீ ரைஸ். தேங்க்ஸ் சயூஜ். அடுத்து நம்ம It was இன்னொருத்தன் awesome. கேட்கலாம். ഇതെന്തോ ഒരുത്തനെ ഇട്ടിട്ടുണ്ട്. അവൻ പോയി. അവൻ മുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ, പുലിയുണ്ടോ? അധികം പോണ്ട. ആ അത് പറഞ്ഞപ്പോഴാണ് പുലി. അപ്പൊ രവി അല്ലാതെ മറ്റൊരു പുലി ഇവിടെ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. അത് കാരണം രവിയണ്ണ നാളെ പോവാണ്. അതെ, നമ്മുടെ ഈ കുക്കിംഗ് പരിപാടിയൊക്കെ 30-ാം തീയതി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ 31-ാം തീയതി അതായത് ന്യൂ ഇയർ ഈവിലെ സെലിബ്രേഷൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റാണ് റെഡ് വെൽവെറ്റ്. സൈഡിൻ്റെ ഒരു ചെറിയ തട്ടുമുട്ടും കൊണ്ടിട്ടുണ്ട്. സമയം ഏതാണ്ട് 11 മണി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടികൾ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പടക്കം ഒട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ന്യൂ ഇയർ ആവുന്നതായിരിക്കും. സോ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മമ്മ ഇത് ഇങ്ങനെ കട്ടണേ, തിരിച്ചു പിടിച്ച് കട്ടണേന്നോ? ക്യാ ഭയ്യാ? കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ന്യൂ ഇയർ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ കേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന രവി. ഞാൻ മുകളിലുള്ള പെരിയ പീസുക്കാக കാത്തിരിക്കുന്ന. തരാൻ താല്പര്യമുള്ളവർ തന്നോളൂ, ഞാൻ കഴിക്കാൻ റെഡിയാണ്. ആർക്കും താല്പര്യമില്ലേ? വരുന്നു കട്ട് ചെയ്യട്ടെ. ഓ ആന്റിയുടെ വകയാണ് ആദ്യമായിട്ട്. ചെറുതായിട്ട് എല്ലാരും എനിക്കാണല്ലോ. രവി നിന്റെ സെലക്ഷൻ സൂപ്പറായി. നല്ല കേക്ക്. എന്തോടാ മാലപ്പടക്കാണോ? മാലേ നീ എന്താ പുറകോട്ട് പോണേ? അല്ല അടുത്താണെന്ന് വിചാരിച്ചു. 2024 വരവേൽക്കാൻ ഇനി വെറും 10 നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കേറി ഹാപ്പി ന്യൂ ഇയർ ആയിട്ടില്ല. എന്റെ ഫോണിലായി. അയ്യോ യെസ് 12 പൊട്ടി. ഹാപ്പി ന്യൂ ഇയർ. എന്താ ഹാപ്പി ന്യൂ ഇയർ എന്നില്ലേ? ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ 2024 എത്തിയിരിക്കുകയാണ് പവറോടുകൂടി. ഇനി പടക്കം വെച്ചിട്ടുള്ള കളിയാണ് കുറച്ച് നേരത്തേക്ക്. സോ ഓവർ ടു ദാറ്റ്. അയ്യോ ചീറ്റിപ്പോയിരിക്കുകയാണ്. രേവന്തിന്റെ പൂക്കുറ്റി ചീറ്റിപ്പോയിരിക്കുകയാണ്. ഇനി രവിയണ്ണന്റെ പൂക്കുറ്റി. രവിയണ്ണന്റെ പൂക്കുറ്റി ഇതാ. രവിയണ്ണന്റെ പൂക്കുറ്റി. നോക്കാം. അതിന്റെ കമ്പിത്തിനും കാണിക്ക്. ആരുടെ ഫസ്റ്റ് തീരും?
എന്റെ വസ്തു തരും അല്ലേ കൊണ്ടതാ കൊടുത്തതാ ഇതിനകത്ത് മൊത്തം 30 വെടിക്കെട്ട് ഐറ്റംസ് ഉണ്ട്. 30 പ്രാവശ്യം കത്തും. അതെ 30 പ്രാവശ്യം കത്തും. മാനത്ത് നമുക്കൊരു തൃശ്ശൂർ പൂരം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. മൈസൂർ പൂരം. പൊള്ളി പൊള്ളി. അങ്ങനെ ഈ പടക്ക പരിപാടിക്ക് പ്രധാന പങ്കുവഹിച്ച ശ്രീ രവി നമ്മൾ 2024 അടിപൊളിയായിട്ട് തുടങ്ങുകയാണ്. പടക്കപ്പുരക്ക് തീ കൊളുത്തിയ കൊത്തരാജു നമ്മളൊപ്പം ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ളവരോ ഹൃദ്രോഗികളോ ഇത് കാണരുത്. ദ മാസ്, ദ ഡൺ, ദ പാട്ടവയൽ ഡൺ. അപ്പൊ അങ്ങനെ 2024 സ്ട്രോങ് ആയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് പൊട്ടിക്കണം. അതെ, അപ്പൊ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ഫ്രം അർജുൻ ആൻഡ് ടീം.